ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്, എത്ര വേക്കൻസി വന്നിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻസ് എല്ലാം നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. സോ ഫസ്റ്റ് നമുക്ക് നോക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കലേക്കാണ്. സോ ഒരു ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കുള്ളവർക്ക് അപ്ലൈ. അതോടൊപ്പം നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. സോ 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് ഓർത്തിരിക്കാം. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസിലേക്കാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, അതായത് എം.കോം വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഷുഡ് ബി ഇൻ ദ ഏരിയസ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലും വേണം. അപ്പോൾ 2 എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. മിനിമം 3 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഷുഡ് ബി ഇൻ ദ ഏരിയസ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP, MS പ്രോജക്ട് ഓർ MS ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതോടൊപ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 28 ഫെബ്രുവരി 2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 23 മാർച്ച് 2026 എന്ന് ഓർത്തിരിക്കുക. സോ ജനറൽ അത് അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കലിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഒരു വേക്കൻസിയാണ്, അത് ജനറലിലേക്കാണ്. രണ്ടാമത് അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി OBC റിസർവ്ഡ് ആണ്. ടോട്ടൽ 2 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. സോ ഇന്ത്യൻ പീരീഡ് ഓഫ് കോൺട്രാക്ട് പോസ്റ്റിംഗ് നോക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ 5 വർഷമാണ് പീരീഡ് ഓഫ് കോൺട്രാക്ട് ബേസിസിലാന്ന് പറഞ്ഞു. ഇതൊരു 5 വർഷമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ചെങ്കൽപ്പേട്ട് തമിഴ്നാട്ടിലാണ് നിങ്ങൾക്ക് മെയിൻലി പോസ്റ്റിംഗ് വരുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ അസൈൻ ചെയ്യുന്ന സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇനി റെമ്യൂണറേഷൻ നോക്കാം. ഫസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞ 5 വർഷമാണെന്ന്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 49,500 കിട്ടുന്നത് ഫസ്റ്റ് ഇയർ സാലറി. സെക്കൻഡ് ഇയർ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 50,700. തേർഡ് ഇയറിൽ 51,940. ഫോർത്ത് ഇയറിൽ 53,220. ഫിഫ്ത്ത് ഇയറിൽ 54,540 എന്നിവയാണ് കിട്ടുന്നത്. അതോടൊപ്പം ട്രാവൽ അലവൻസ്, മറ്റുള്ള മെഡിക്കൽ അലവൻസ് എല്ലാം കിട്ടുന്നുണ്ട്. അത് 3,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റ് ആൻഡ് ട്രാവൽ അലവൻസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് നോക്കുക. ഏജ് ലിമിറ്റ് 30 വയസ്സ് കൂടാൻ പാടില്ലെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അതായത് ആപ്ലിക്കേഷൻ ഷുഡ് ബി ബോൺ ഓൺ ഓർ ആഫ്റ്റർ 24th മാർച്ച് 1996 എന്ന് പറയുന്നുണ്ട്. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതേ തുടർന്ന് പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. പിന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് 50 മാർക്കിനും പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്സസ് ഫോർ വർക്ക് എക്സ്പീരിയൻസ് ബേസ് 30 മാർക്കിനും പേഴ്സണൽ ഇന്റർവ്യൂ 20 മാർക്കിനും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരിക്കും കണ്ടക്ട് ചെയ്യുന്ന എക്സാം എന്നാണ് ഓർത്തിരിക്കും. ഇനി ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഷാൽ ബി ഷോർട്ട് ലിസ്റ്റ് ടു അറ്റൻഡ് ദ പവർ പോയിന്റ് പ്രസന്റേഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ആസ് 400 rupees and SC/ST PWD can be accepted. Application not sent to all application printout and certificate application be in the form of DVD or challan. അതൊന്നും ജസ്റ്റ് ഓർത്തിരിക്കുക. ദെൻ പറ്റുന്നവരെല്ലാം അപ്ലൈ. ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം.